വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ചാപ്റ്റർ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ഓൾറെഡി നമുക്ക് 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന 3 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4ാമത്തെ ഒരു ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏതെല്ലാം ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് പറയുന്നത് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ 23ാമത്തെ അധ്യായമായിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള അധ്യായത്തിന്റെയും അതുപോലെ 24ാമത്തെ അധ്യായമായിട്ടുള്ള അതേ ചാപ്റ്റർ തന്നെ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ 2 ചാപ്റ്ററുകളും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്തിനാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള അധ്യായം നമ്മുടെ +2 പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നത്. ഓക്കെ, എന്തിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നമുക്ക് നമ്മുടെ എക്സാമിൽ പേസേജ് വൈസുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം. അപ്പൊ അതിന്റെ മോഡലായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വായനാശീലം ഉണ്ടാകണം. തന്നിട്ടുള്ള പാസേജ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസുകൾ വായിച്ച് അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു 5-6 ചാപ്റ്റേഴ്സ് നമ്മളുടെ ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് 26ാമത്തെ അധ്യായമായിട്ടുള്ള റിസപ്ഷൻ ഡെസ്ക് ആൻഡ് യു എന്നുള്ള ഒരു അധ്യായമാണ്. അതിന്റെ A പാർട്ടും B പാർട്ടും നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിൽ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് 23ാമത്തെ അധ്യായമായിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള അധ്യായത്തിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്കും പേനയും നിർബന്ധമായിട്ടും ഉണ്ടാകണം. എല്ലാ ലൈവ് ക്ലാസ്സിലും നമ്മളിങ്ങനെ പറയുന്നതാണ്. എന്നിരുന്നാലും ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് ഉണർത്തുകയാണ്, കൃത്യമായി നോട്ടും പേനയും കയ്യിൽ പിടിച്ച് അറിയാവുന്നതായാലും അറിയാത്തതായാലും ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കുക. എന്നാലേ നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവുകയുള്ളൂ എന്ന് ആദ്യമേ നിങ്ങളോട് ഉണർത്തുകയാണ്. മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, അതിന്റെ ആൻസർ നമ്മൾ തരുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ ഫസ്റ്റ് അധ്യായമായിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു അധ്യായം എന്തിനാണ് ഉൾപ്പെടുത്തിയതെന്ന് നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ഇങ്ങനെയുള്ള അധ്യായങ്ങളുടെ ഈ ഒരു ടൈറ്റിൽ വരുന്ന അധ്യായങ്ങൾ കൃത്യമായി അതിന്റെ പാസേജ് വായിച്ച് മനസ്സിലാക്കുക. ശേഷം മാത്രമേ നമുക്കതിന്റെ ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ എന്താ പറയുന്നത് എന്നുള്ളത് കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി 7 മണിക്കും 8 മണിക്കും നൈറ്റിൽ വരുന്ന ലൈവ് ക്ലാസ്സുകളിൽ അത് ഇംഗ്ലീഷിനായിക്കോട്ടെ ഏത് സബ്ജക്റ്റിനായിക്കോട്ടെ അത് ഓരോ ചാപ്റ്റേഴ്സിലും എന്താണ് പറയുന്നത് എന്ന് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആ ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നുള്ളൂ. ആദ്യം ചാപ്റ്ററുകൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ശേഷം അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളും അതിലെ ഇമ്പോർട്ടന്റ് ആൻസേഴ്സുകളും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് 23ാമത്തെ അധ്യായത്തിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് പ്രോബ്ലം വാസ് രാജാമണി സഫറിംഗ്? എന്തൊരു പ്രശ്നമാണ് നമ്മളുടെ രാജാമണി എന്നുള്ള ക്യാരക്ടർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഓക്കെ, എന്തൊരു വേദനയാണ് നമ്മളുടെ രാജാമണി എന്നുള്ള ക്യാരക്ടർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് രാജാമണി വാസ് സഫറിംഗ് വിത്ത് ഐ ഇൻഫെക്ഷൻ. നമ്മളുടെ ആ ക്യാരക്ടറിന് എന്താണ് പ്രശ്നം? ഐ ഇൻഫെക്ഷൻ ആണ്. ഡ്യൂ ടു ദിസ് ഹി ഹാഡ് ഇൻട്രാസ്പെക്കുലർ ഇഞ്ചക്ഷൻ, അതായത് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചില ഇഞ്ചക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് എന്ത് നമ്മളുടെ ഈ ഒരു രാജാമണി എന്നുള്ള ക്യാരക്ടർക്ക് ഉണ്ടായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ഡിഡ് ഹി ഗെറ്റ് എയ്ഡ്സ്? ആ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് എയ്ഡ്സ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് ആൻസർ വരുന്നത് എങ്ങനെയാണ്? യൂസ് ഓഫ് അൺസെൻട്രലൈസ്ഡ് സിറിഞ്ച് കോസ്ഡ് ദ പ്രോബ്ലം. ഓക്കെ, നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ സിറിഞ്ച് ചെയ്യുമ്പോൾ എല്ലാ സിറിഞ്ചുകളും വെച്ചുണ്ടാകാൻ പറ്റില്ല, നമുക്ക് സിറിഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും കുട്ടികളായിട്ട് പോകുമ്പോൾ ഡോക്ടർമാർ സിറിഞ്ച് ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും നമ്മൾ ഡോക്ടർമാരെ കാണിച്ചിട്ട് നമ്മളുടെ അസുഖം മാറ്റുക എന്നുള്ളതല്ല, കൃത്യമായി അറിയപ്പെട്ട നാട്ടിലൊക്കെ ഓരോ ഏരിയയിലും അറിയപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ടാകും. ആളുകളുടെ ഫീഡ്ബാക്ക് ഒക്കെ അനുസരിച്ച് നമ്മൾ ഓരോ ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് റിസൾട്ട് ഡിഡ് ഹി ഗെറ്റ് ഫൈനലി? അവസാനമായിട്ട് ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ കുട്ടിയുടെ ഫലം എന്തായിരുന്നു എന്നുള്ളതാണ്. ഹിസ് ബ്ലഡ് വാസ് ടെസ്റ്റഡ് ഫോർ HIV ആൻഡ് ഫൗണ്ട് ടു ബി പോസിറ്റീവ്. ഓക്കെ, അവസാനം ആ കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും അത് ആ കുട്ടിക്ക് എന്താണ് HIV ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും 3 ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു ഭാഗത്ത്. ഓക്കെ,
ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു ദ ട്രൂപ്പ് ഓഫ് ഫാക്കാമ ഡു ഫോർ ദ എയ്ഡ്സ് ഓർ HIV? HIV വേണ്ടിയും അല്ലെങ്കിൽ എയ്ഡ്സിന് വേണ്ടിയും എന്താണ് ഫാക്കാമ നടത്തുന്നതാണ്. The troop of Fakama educate the people about the HIV AIDS which help for their plies and threats from town to town. ടൗണിൽ നിന്നും മറ്റൊരു ടൗണിലേക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രൂപ്പിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ദ സ്പ്രെഡ് ഓഫ് HIV ഓർ എയ്ഡ്സ് ക്യാൻ ബി സ്റ്റോപ്പ്ഡ്? എങ്ങനെയാണ് ഇതിന്റെ ഈ HIV-യുടെയും എയ്ഡ്സിന്റെയും സ്പ്രെഡ് ഒഴിവാക്കാൻ പറ്റുക എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണെന്ന് ഇതിന് ആൻസർ പറയുന്നുണ്ട്. ദ എപ്പിഡമിക് സ്പ്രെഡ് ഓഫ് ദ ഡിസീസ് ക്യാൻ ബി പ്രിവെന്റഡ് ഇഫ് യങ് പീപ്പിൾ ആൻഡ് ചിൽഡ്രൻ ലേൺ ഹൗ ദ വൈറസ് സ്പ്രെഡ്. എങ്ങനെ വെച്ചാൽ ഓരോ നാട്ടിലെയും കുട്ടികളെയും അവിടുത്തെ യുവാക്കളെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ അപകടകാരിയായ ഇതിന്റെ എത്രത്തോളം അപകടമാണെന്ന് അവിടുത്തെ യുവാക്കൾക്കും കുട്ടികൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിനെ തടയാനുള്ള മാർഗങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം സ്പ്രെഡ് ചെയ്യുന്നതിൽ നമ്മൾ തടയാൻ പറ്റിയ നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ആറാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യണമെന്ന് നോക്കാം. വിച്ച് ഈസ് ദ ബെസ്റ്റ് മീഡിയം ഓർ പ്ലേസ് ടു സ്പ്രെഡ് ദ എയ്ഡ്സ്? ഓക്കെ, എയ്ഡ്സ് ആയാലും HIV ആയാലും അത് തടയാനുള്ള ഏറ്റവും നല്ല പ്ലേസ് ഏതാണെന്നുള്ളതാണ്. അതിന് ബോധവൽക്കരിക്കാനുള്ള അതിനെ പഠിപ്പിക്കാൻ പറ്റിയ പ്ലേസ് ഏതാണെന്നുള്ളതാണ്. ഏതാണ് പ്ലേസ്? നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾ ഒരു സമയം അവരുടെ പാതി ഭാഗവും ചെലവഴിക്കുന്നത്, ജീവിതത്തിലെ പല ഭാഗങ്ങളും അവർ ചെലവഴിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണ്. ആദ്യമായിട്ട് സ്കൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ബെസ്റ്റ് പ്ലേസസ് മെസ്സേജ് ഓവർ എയ്ഡ്സ് HIV എഡ്യൂക്കേഷൻ. HIV-യുടെയും അതുപോലെ തന്നെ എയ്ഡ്സിന്റെയും വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മീഡിയം എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണ്. സ്കൂളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ഡസ് ഡിസമിനേറ്റിംഗ് ഫോർ ഇൻഫർമേഷൻ ഹെൽപ്പ്? എങ്ങനെയാണ് ഒരു ഭാഗങ്ങൾ നമ്മളുടെ ഈ ഒരു അധ്യായത്തിൽ 2 ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ട് A, പാർട്ട് B ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് രാജാമണി എന്നുള്ള കുട്ടിയുടെ കഥയാണ്. മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഓരോ കാര്യത്തെക്കുറിച്ചും, ഇത് എയ്ഡ്സ് ആയാലും അതുപോലെയുള്ള മറ്റു ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളുടെ മറ്റു ഭാഗത്ത് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ഡസ് ഡിസമിനേറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ ഹെൽപ്പ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ disseminating of information helps people to understand what AIDS does to the body and what are its misconceptions and vulnerability. അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന മഹാമാരി എത്രത്തോളം ഉണ്ടെന്ന് ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിലെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ക്യാൻ എയ്ഡ്സ് ബി പ്രിവെന്റഡ്? എയ്ഡ്സ് എങ്ങനെയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക, തടയാൻ പറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്. അപ്പൊ എങ്ങനെയാണ് തടയാൻ പറ്റുക? എയ്ഡ്സ് ക്യാൻ ബി പ്രിവെന്റഡ് ഇഫ് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ലേൺ ഹൗ ദ വൈറസ് സ്പ്രെഡ്സ് ആൻഡ് ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ റിസ്കി ബിഹേവിയർ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് കുട്ടികളായാലും യങ് പീപ്പിൾ ആയാലും ഈ വൈറസ് ഏതെല്ലാം രൂപത്തിലാണ് സ്പ്രെഡ് ആവുന്നത് എന്നുള്ളൊരു ബോധവൽക്കരണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൊടുക്കുക. അതിനനുസരിച്ച് അവരോട് ഒരിക്കലും അങ്ങനത്തെ റിസ്കി ബിഹേവിയറിൽ പെരുമാറാൻ പാടില്ല എന്ന്, പാർട്ടിസിപ്പൻസ് ആവാൻ പാടില്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ലെറ്റ് ദ യങ് എഡ്യൂക്കേറ്റ് നോട്ട് യൂസ് ദ യൂസ്ഡ് കോണ്ടാമിനേറ്റഡ് സിറിഞ്ച്. അതായത് ഉപയോഗിച്ച സിറിഞ്ചുകളൊന്നും ഇനി മറ്റൊരു ഭാഗത്തിന് വേണ്ടി മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് യങ് പീപ്പിളിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ അപ്പൊ ഇത്രയും 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് വിത്തിൻ 30 or 14 വേർഡ്സ് ആണ്. 30-40 വേർഡുകളിൽ താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയില് വാട്ട് ഡസ് യുനെസ്കോ സജസ്റ്റ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് എയ്ഡ്സ് HIV ഇൻഫെക്ഷൻ? HIV-യുടെയും അല്ലെങ്കിൽ എയ്ഡ്സിന്റെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നതിൽ നിന്നും എന്തൊരു മാർഗമാണ് യുനെസ്കോ നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ അടുത്തൊക്കെ പേനയും നോട്ട്ബുക്കും ഉണ്ടാകും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ ഇനി പറയുന്ന ഈ എയ്ഡ്സ് സ്പ്രെഡ് ആകുന്നതിന് യുനെസ്കോ നിർദ്ദേശിച്ചിട്ടുള്ള മാർഗങ്ങളെ കുറിച്ചുള്ള പോയിന്റ്സുകൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് യുനെസ്കോ സജസ്റ്റ് ടു റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് എയ്ഡ്സ് ഓൺ സൊസൈറ്റി ബൈ ബാറ്റിംഗ് കോംപ്ലിസൻസി. അല്ലെ,
അതുപോലെ അഡ്വാൻസിങ് കമ്മിറ്റഡ് ആൻഡ് ഇംപ്രൂവ്മെന്റ് കെയർ. Their strategy is not counter it by education and not medicines. These 5-point strategies are. താഴെ നൽകിയിട്ടുള്ള 5 പോയിന്റുകളാണ് യുനെസ്കോ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിൽ നിന്നും സമൂഹത്തിൽ ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ നിന്നും എയ്ഡ്സ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൽ പറയുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ. ദെൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, അഡ്വക്കസി അറ്റ് ഓൾ ലെവൽ. എല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തത്, മെസ്സേജ് ഓർ വൈറസ് സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ്സ്. എല്ലാവർക്കും വൈറസിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണ എല്ലാവരിലും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ചേഞ്ചിങ് റിസ്ക് ബിഹേവിയർ ആൻഡ് വൾണറബിലിറ്റി. അല്ലെ, കുട്ടികൾക്കുള്ള ബാഡ് ബിഹേവിയറും ആയാലും അതുപോലെ അവർക്കുണ്ടാകുന്ന അവർ ചെന്നപ്പെടാൻ സാധ്യതയുള്ള മേഖലകളെ കുറിച്ച് പഠിക്കുകയും അതിൽ നിന്നും അവരെ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് മുതിർന്നവരുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ. കുട്ടികൾ പലപ്പോഴും അവരുടെ അശ്രദ്ധ കാരണം അവർ ചെന്നപ്പെടാൻ സാധ്യതയുള്ള ഈ എയ്ഡ്സ് വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നും കുട്ടികളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എന്താ നോക്കാം, ചേഞ്ചിങ് റിസ്ക് ബിഹേവിയർ ആൻഡ് വൾണറബിലിറ്റി എന്നാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന് പറഞ്ഞാല് ഇപ്പം പല ഒരു നല്ല രൂപത്തിലില്ലാത്ത സെക്സുകളൊക്കെ എന്താകും ഈ ഒരു എയ്ഡ്സിനായാലും HIV ക്കായാലും കാരണമാകുന്നുണ്ട്. അപ്പം പല സമയത്തും കുട്ടികളെ ഈ ഒരു ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മുതിർന്നവരുടെ ബാധ്യത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കെയറിംഗ് ഫോർ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. അപ്പം ഒരാൾക്ക് എന്തായി HIV ഉണ്ടായി, അപ്പൊ അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താൻ പറ്റുമോ? അവരെ അകറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ അവരെന്താക്കുക, നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ HIV ബാധിതനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനക്ക് നല്ലൊരു പരിചരണം കൊടുത്ത് അവന്റെ രോഗം മാറാനുള്ള മറുവഴികൾ കാണുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അഞ്ചാമത്തേത്, കോപ്പിംഗ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമ്പാക്ട് ഓഫ് എയ്ഡ്സ് ഓൺ സൊസൈറ്റി. സമൂഹത്തില് ഈ എയ്ഡ്സ് ഉണ്ടാകുന്ന സ്വാധീനങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഈ 5 പോയിന്റ്സുകളാണ് നമ്മളുടെ യുനെസ്കോ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മളുടെ എല്ലാ കാര്യങ്ങളും പലപ്പോഴും അന്താരാഷ്ട്ര ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആരാണ്? ഇങ്ങനെയുള്ള യുനെസ്കോ പോലെയുള്ള വലിയ വലിയ ആളുകളാണ്. ഓക്കെ. ഒരുപാട് അന്താരാഷ്ട്ര ലെവലിൽ നമുക്ക് WHO ആയാലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കൽ ഇവരെയാണ്. ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അങ്ങനെ ഒരു രോഗി ഉണ്ടായാൽ, HIV ബാധിതനായ രോഗി ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അവനക്ക് പരിചരണം കൊടുക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ കൊടുത്ത് അവനക്ക് പരിചരണം കൊടുത്ത് ചികിത്സ കൊടുത്ത് അവനെ എന്താക്കാൻ മാറ്റുക, ആ HIV രോഗത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ കുട്ടികളിലായാലും യുവാക്കളിലായാലും HIV വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും അതിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യുനെസ്കോയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു പാഠഭാഗത്തിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹൗ ക്യാൻ ദ ത്രിയേഡ്സ് ഓഫ് എയ്ഡ്സ് അണ്ടർ മൈൻ ഓൾ ഹെൽത്ത് സർവീസസ് ആൻഡ് പബ്ലിക് സർവീസ്. പബ്ലിക് സർവീസ് ആയാലും ആരോഗ്യകരമായിട്ടുള്ള സർവീസുകളായാലും നമുക്ക് നമ്മളുടെ കീഴില് എയ്ഡ്സിനെ പറ്റി കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എയ്ഡ്സ് ഉണ്ടാക്കുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭീഷണികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയി കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിന് ആൻസർ എന്ന് പറഞ്ഞാല് എയ്ഡ്സ് ക്യാൻ ബി പ്രിവെന്റഡ് ഇഫ് ചിൽഡ്രൻ ആൻഡ് യങ്. ഓക്കെ. കുട്ടികളായാലും നമ്മളുടെ യുവാക്കളായാലും ഈ ഒരു എയ്ഡ്സ് തടയാൻ പറ്റും. എങ്ങനെയാ പറ്റില്ലേ? പീപ്പിൾ ലേൺ ഹൗ ദ വൈറസ് സ്പ്രെഡ്സ് ആൻഡ് ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ റിസ്കി ബിഹേവിയർ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് റിസ്കി ബിഹേവിയറിലായാലും അങ്ങനെ വൈറസ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ അവരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. നോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാസ് എ ഗ്രേറ്റർ എബിലിറ്റി ടു എഫക്ട് ഓൾ aspects of community than schools, as they can reach the age group between 10 to 25 where most new infections occur each year. ഒരു വർഷത്തിലും 10 മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകളിലാണ്, കുട്ടികളിലാണ് എന്താകുന്നത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ ബോധവൽക്കരണം നടത്തി അതിനുള്ള അർഹിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പം ഈ എയ്ഡ്സിന്റെ ഭീഷണി വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ബൈ യൂസിങ് എഡ്യൂക്കേഷൻ ടു പ്രിവെന്റ് എയ്ഡ്സ് റാദർ ദാൻ റിലയിങ് ഓൺ മെഡിസിൻസ് ടു ട്രീറ്റ് ഇറ്റ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും
രോഗം വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെ? അപ്പം രോഗം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ആളുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് യുനെസ്കോ ഹാസ് പ്ലേസ്ഡ് ദ റെസ്പോൺസിബിലിറ്റി ടു ഗവൺമെന്റ്സ്. ഓക്കെ, യുനെസ്കോ ആദ്യമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആർക്കാണ്? ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് ആണ് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങൾക്ക്, എയ്ഡ്സിന്റെ വിദ്യാഭ്യാസമായാലും മാരകമായിട്ടുള്ള ഏത് രോഗങ്ങളുടെ വിദ്യാഭ്യാസമായാലും കൊടുക്കാൻ വേണ്ടി ആദ്യം പറയേണ്ടത്. ഓക്കെ, ഗവൺമെന്റ് ആണ് ഇതിനുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താ നോക്കാം. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓക്കെ, the education systems and people themselves, only through commitment can this strategy be given the opportunity to save lives and lessons to impact of AIDS on society. സമൂഹത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ മേഖലയായാലും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനൊക്കെ പുറമെ സ്വയം ബോധവാന്മാരാവുക എന്നുള്ളതാണ്. എല്ലാവരും സ്വയം ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എല്ലാവരെയും ജീവിക്കാനുള്ള അവസരം എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ്. അപ്പം രോഗം എനിക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളതല്ല, നമ്മളെ പോലെയുള്ള ആളുകൾക്ക്, നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഓരോ പൗരന്റെയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ ഭാഗത്ത് തന്നെ ഈ ഒരു 23-ാമത്തെ അധ്യായത്തിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നോക്കാം. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് വിത്തിൻ 13 or 16 വേർഡ്സ്. 30 or 60 വേർഡ്സിൽ താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യുക. എന്താണ് നമ്പർ 11 കൊടുത്തിട്ടുള്ളത്. ഹു ഈസ് രാജാമണി ആൻഡ് റൈറ്റ് ഡൗൺ അബൌട്ട് ഹിസ് ഫാമിലി ആൻഡ് വൈ ഡിഡ് ഹി ഡിസ്കണ്ടിന്യൂഡ് ഹിസ് സ്റ്റഡീസ്. ഓക്കെ, അപ്പൊ അതായത് നമ്മളുടെ രാജാമണി എന്നുള്ള ക്യാരക്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ രാജാമണിയുടെ അസുഖത്തെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എയ്ഡ്സ് ബാധിതനായിട്ടുള്ള ചെറുപ്പത്തിലെ അങ്ങനെയുള്ള മാരകമായ രോഗത്തിന് മാരകം പിടികൂടാൻ കാരണമായിട്ടുള്ള നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് ഈ ഒരു അധ്യായത്തിലുള്ളത്. ഓക്കെ, അപ്പൊ അവനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവന്റെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നിന്ന് പോയത്, അവനെ കുറിച്ചും അവന്റെ ഫാമിലിയെ കുറിച്ചും ഒരു 30 or 60 വേർഡുകളിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? രാജാമണി ഈസ് എ 12 years old boy. 12 വയസ്സുള്ള കുട്ടിയാണ് ആര്? നമ്മളുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള രാജാമണി എന്ന് പറയുന്നത്. ഹിസ് ഫാദർ ഡൈഡ് ആൻഡ് മദർ റാൻ ടു ടീ ഷോപ്പ്. ഓക്കെ, നമ്മളുടെ രാജാമണിയുടെ ഫാദർ മരണപ്പെടുകയും അപ്പം അവനെ വളർത്താൻ വേണ്ടി നമ്മളുടെ രാജാമണിയുടെ മദറാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ റാൻ ടു ടീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ടീ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ, ഒരു ചായക്കട നടത്തുന്ന ഒരാളായി മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹി ഹാഡ് 2 elder brothers. അവർക്ക് 2 സഹോദരന്മാരുണ്ട്. എൽഡർ സിസ്റ്റേഴ്സ്. ഓക്കെ, 2 സിസ്റ്റർമാരുണ്ട്. രാജാമണിസ് ഫാദർ ഹാഡ് ഡൈഡ്. നമ്മളുടെ രാജാമണിയുടെ ഫാദർ മരണപ്പെട്ടതുപോലെ തന്നെ ഈ മരണപ്പെട്ടതോടുകൂടെ ഈ ഡിസ്കണ്ടിന്യൂഡ് ഹിസ് സ്റ്റഡി, അവന്റെ പഠനം അവൻ നിർത്തിവെച്ചു എന്നുള്ളതാണ്. അപ്പം രാജാമണിയുടെ അച്ഛന്റെ മരണത്തോടു കൂടിയാണ് അവന്റെ വിദ്യാഭ്യാസം നിർത്തിവെക്കുന്നത്. ടു പ്രൊവൈഡ് ഹെൽപ്പിംഗ് ആൻഡ് ടു മദർ ടു റൺ ദ ടീ ഷോപ്പ്. എന്തിനാണ് അവൻ നിർത്തിവെക്കുന്നത്? അച്ഛൻ മരണപ്പെട്ടതോടുകൂടി ഏതൊരാൾക്കും ഏതൊരു കുടുംബത്തിനായാലും ഒരു കുടുംബനാഥൻ വേണം. ഓക്കെ, അച്ഛൻ ഉണ്ടാകുമ്പോഴാണ് അച്ഛന്റെ കാര്യങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ അച്ഛൻ മരണപ്പെട്ടതോടുകൂടി അവൻ വിദ്യാഭ്യാസം നിർത്തിവെക്കുകയും അമ്മയുടെ കൂടെ ടീ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം രാജാമണിയുടെ ഒരു ചെറിയ ബ്രീഫായിട്ട് നമുക്ക് ഉള്ളിൽ ഉണ്ടാകണം. അവന്റെ ഫാമിലി, അവന്റെ വിദ്യാഭ്യാസം നിർത്തിവെക്കാനുള്ള കാരണം, അമ്മ, അച്ഛൻ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, എല്ലാരെ കുറിച്ചും ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഡസ് ദ കേസ് ഓഫ് രാജാമണി ഷോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡസ് ദ എയ്ഡ്സ് HIV ഇൻഫെക്ഷൻ ടേക്ക് പ്ലേസ് എന്നുള്ളതാണ്. ഇനിയും അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡസ് രാജാമണീസ് കേസ് ഹിസ്റ്ററി ഓഫ് പോയിന്റ്. ഈ രാജാമണി എന്നുള്ള ക്യാരക്ടറിൽ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. രാജാമണി വാസ് എ യങ് ബോയ് ഓഫ് 12 വയസ്സുള്ള ഒരു കുട്ടിയാണ് നമ്മളുടെ രാജാമണി എന്ന് പറയുന്നത്. ഹു വാസ് ഫ്രം ദ സ്മോൾ വില്ലേജ് ഓഫ് തമിഴ്നാട്. തമിഴ്നാട് എന്നുള്ള ഒരു കുഗ്രാമത്തിലെ കുട്ടിയാണ് ആര്? നമ്മളുടെ രാജാമണി എന്ന് പറയുന്നത്. ഹി ഹാഡ് ടു ക്വിറ്റ് ഹിസ് എഡ്യൂക്കേഷൻ ഡ്യൂ ടു ഹിസ് ഫാദേഴ്സ് ഡെത്ത്. അവന്റെ വിദ്യാഭ്യാസം നിർത്തിവെക്കുന്നത് അച്ഛന്റെ മരണത്തോടു കൂടിയാണ്. ഹിസ് ഏർലി ഏജ് അല്ലെ, നേരത്തെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം നിർത്തിവെക്കുകയാണ്. വൺസ് ഹി കൺസൾട്ടഡ് ഡോക്ടേഴ്സ് ഹു സജസ്റ്റഡ് ഹിം ടു ടേക്ക് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ്. ലേറ്റർ ഹി ഹാഡ്
പിമ്പിൾ ഓൺ ഹിസ് നോസ് അല്ലെ. അവന് ഒരുപാട് രോഗബാധിതനാവുകയും അവസാനം ചികിത്സ നടത്തി ഡോക്ടർമാരുടെ സുരക്ഷിതമല്ലാത്ത ചികിത്സ കാരണം അവൻ ഒരു എയ്ഡ്സ് ബാധിതനായി മാറുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് അധ്യായം 24ാമത്തെ അധ്യായമായിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള മറ്റൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു അധ്യായത്തില് ഒരു ഏകദേശം 8 ചാപ്റ്ററുകളോളം റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള രൂപത്തിൽ വരുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ഈ ഒരു റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാസേജ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം. ഒരു പാസേജ് തന്നിട്ട് ഏതെങ്കിലും ടോപ്പിക്കിൽ ഒരു പാസേജ് തരും. ആ പാസേജിനനുസരിച്ച് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം താഴെ നൽകുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക എന്നുള്ള രൂപത്തിൽ. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാക്കണം? നല്ല റീഡിംഗ് എബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ചാപ്റ്റേഴ്സ് ആ ഒരു അധ്യായത്തിലെ തന്നിട്ടുള്ള പാസേജ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുകയും ശേഷം മാത്രം താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പാസേജ് നമ്മൾ കൊടുത്തിട്ടില്ല. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. ഹു ഹാഡ് ഗിവൺ ദ മെസ്സേജ് അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. ഓക്കെ, ഈ ഒരു അധ്യായം എന്ന് പറഞ്ഞാല് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള അധ്യായമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. Who had given the message against drug abuse on the occasions of International Day. Okay, അന്താരാഷ്ട്ര ദിവസത്തിൽ ആരാണ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം നൽകുന്നത്, മെസ്സേജ് പറയുന്നത് എന്നതാണ്. ആരാണ്? UN Secretary General has given the message against the drug abuse on the occasion of International Day on 16th June 2005. 2005 ജൂൺ 26 UNO ചെയർമാൻ. ഓക്കെ, സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മളുടെ എല്ലാ ജൂൺ 26 അദ്ദേഹം ഇങ്ങനെയുള്ള ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള മെസ്സേജ് പറയാറുണ്ട് എന്നുള്ളതാണ്. Then next question ആണ്, why did Secretary General call the drug a ticket to death? എന്തുകൊണ്ടാണ് നമ്മളുടെ സെക്രട്ടറി ജനറൽ ഈ ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് മരണത്തിന്റെ അവസാന ടിക്കറ്റ് ആണ് എന്നുള്ള പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡ്രഗ് അബ്യൂസ് ആയിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും മരണപ്പെട്ടു പോകുന്നുണ്ട്. ലഹരി ആയാലും ഏത് രൂപത്തിൽ, മദ്യമായാലും സ്മോക്കിംഗ് ആയാലും പല രൂപത്തിലും അത് മനുഷ്യനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് കാരണമായിട്ട് ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം സെക്രട്ടറി ജനറൽ പറഞ്ഞ പോലെ തന്നെ മരണത്തിനുള്ള ഒരു ടിക്കറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ് നോക്കാം. ദ ഡ്രഗ് ആർ വെരി കളർഫുൾ ആൻഡ് എൻഡൈസിങ് അല്ലെ. നമ്മളുടെ ഡ്രഗ് കണ്ടാൽ എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള കളറിലും വിവിധ ഇനം കളറിലൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, മനുഷ്യന്മാരെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഭാഗങ്ങളാണ് പല ഡ്രഗുകളും ഉള്ളത്. അതുപോലെ തന്നെ ദേ ആർ നോൺ ബൈ മെനി ഫാസിനേറ്റിംഗ് നെയിംസ് സച്ച് ആസ് ദ ക്രാക്ക്, പോട്ട്, മെത്ത് ആൻഡ് ഡിസ്കോ ബിസ്ക്കറ്റ്സ് എക്സെട്ര. അതുപോലെ പല കളറിലും പല രൂപത്തിലും നമ്മുടെ മുന്നിൽ ഡ്രഗ് വരുന്നുണ്ട്. അതിൽ പക്ഷേ കുപ്പിയിലാകാം, കവറിലാകാം, അല്ലെങ്കിൽ പല രൂപത്തിലും നമ്മുടെ അടുത്തേക്ക് എന്ത് വരുന്നുണ്ട്? ലഹരികൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ മനുഷ്യനെ മയക്കുന്ന മഹാമാരികളാണ്. ഓക്കെ, മനുഷ്യനെ മയക്കുന്ന, അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലാണ് വരാറുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ് ദ പീപ്പിൾ ഗെറ്റ് അട്രാക്റ്റഡ് ടു ഇറ്റ് ആൻഡ് ലേറ്റർ ഗെറ്റ്സ് അഡിക്റ്റഡ്. ഓക്കെ, ഇത് മനുഷ്യൻ മനസ്സിലാക്കലപ്പോഴാണ് വളരെയധികം അതുമായി അഡിക്റ്റ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് ദോഷകരമാണെന്ന് പലരും മനസ്സിലാക്കുന്നത് വരെ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിൽ നന്നായിട്ട് ആവശ്യമാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. 2 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഡെവലപ്ഡ് ബൈ ദ ഡ്രഗ് അഡിക്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ഹെൽത്തി ചോയ്സസ്. നമ്മൾ പലപ്പോഴും പല ആളുകളും രോഗികളായതിനു ശേഷമാണ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ ഈ ആരോഗ്യം സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ടൈപ്പിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഹെൽത്തി ആയിട്ട് എല്ലാവരും ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ആഫ്റ്റർ മേക്കിംഗ് ഹെൽത്തി ചോയ്സസ് ദ ഡ്രഗ് അഡിക്റ്റ് ചോയ്സസ്. നമ്മുടെ ഈ ഒരു അധ്യായത്തില് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഡെവലപ്ഡ് ബൈ എ ഡ്രഗ് അഡിക്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ഹെൽത്തി ചോയ്സസ്. നമ്മൾ പലപ്പോഴും പല ആളുകളും രോഗം വന്നതിന് ശേഷമാണ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ആരോഗ്യമുള്ളപ്പോ ആരോഗ്യത്തിന്റെ വില അറിയില്ല. രോഗിയായാലാണ് എത്രത്തോളം ആരോഗ്യ സംരക്ഷണത്തിന് എത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ പറയാനുള്ളത്, ഏത് ടൈപ്പിലുള്ള ആക്ടിവിറ്റികളാണ് നമ്മളുടെ ആരോഗ്യത്തെ, ഡ്രഗ് അഡിക്റ്റ് ആയതിനു ശേഷം ആരോഗ്യത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ,
After making healthy choices, the drug addict chooses a kind of lifestyle that had positive effect on both body and mind. This includes participation in sports, lead to improvement in health and well-being, and build up the spirit of team work, discipline and self-confidence. ഇപ്പൊ നമ്മൾ ഏതെല്ലാം പ്രവർത്തനങ്ങളിലെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉൾപ്പെടണം എന്നുള്ളതാണ്. ഈ സെൽഫ് കോൺഫിഡൻസ് ആയാലും അതുപോലെ ഡിസിപ്ലിൻ ആയാലും നല്ല ടീം വർക്ക് ആയാലും എല്ലാത്തിലും നമുക്ക് ഉണ്ടായാൽ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രൂപത്തിൽ നമുക്ക് നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ബിഹേവിയറൽ തെറാപ്പി? എന്താണ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ബിഹേവിയറൽ തെറാപ്പി ഇൻക്ലൂഡ്സ് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഓഫ് ഓർ ഫാമിലി തെറാപ്പി എന്നുള്ളതാണ്. അപ്പൊ അതാണ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ an addicted person live normally? ഇനിയിപ്പം ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് നോർമൽ ആയിട്ട് കൊണ്ടുവരേണ്ടത്? ആ ഒരാളെ എങ്ങനെയാണ് നോർമൽ ആയിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡ്രഗ് അഡിക്റ്റഡ് പേഴ്സൺ can be treated through individual needs and he can live a normal productive life. ഓക്കെ, ഒരു നോർമൽ പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് അവനെ വ്യക്തിപരമായിട്ട് ആവശ്യങ്ങൾ കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ട്രീറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ഗിവൺ മെത്തേഡൻ? ഓക്കെ, an addicted of heroin is given adequate dosage of methadone combined with therapy. Those reduces death rates. Then ഏഴാമത്തെ ക്വസ്റ്റ്യൻ, what is the immediate aim of drug treatment? എന്താണ് ഡ്രഗ് ട്രീറ്റ്മെന്റിനുള്ള ഇമ്മീഡിയറ്റ് എയിമുകൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യം. The immediate aims are to reduce drug use. ഓക്കെ, അപ്പോൾ ഡ്രഗ് യൂസ് കുറക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇംപ്രൂവ് ദ പേഷ്യൻസ് ആബിലിറ്റി ടു ഫങ്ഷൻ ആൻഡ് മിനിമൈസ് ദ മെഡിക്കൽ ആൻഡ് സോഷ്യൽ കേസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 13 or 16 വേർഡ്സ്. 40, 30, 60 വേർഡുകളിൽ താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ട്രീറ്റ്മെന്റ് ഈസ് ഗിവൻ ടു ദ ഡ്രഗ് അഡിക്റ്റ്സ്? ഓക്കെ, ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയുള്ള ചികിത്സകളാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. ഡ്രഗ് അഡിക്ട്സ് ആർ ഗിവൺ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്സ്. They are given behavioral therapy, counseling, psychotherapy and family therapy. They are also given treatment for suppressing the withdrawal syndrome and the usage to use drugs. Okay, അപ്പം ഈ ഡ്രഗ് യൂസിങ്ങിന് ഇങ്ങനെ ധൃതി വരുന്ന സമയത്ത് അവർക്ക് പല കാര്യങ്ങളും അവരിൽ നിന്നും ഒഴിച്ചു നിർത്തുക എന്നുള്ളതാണ് അവനെ ട്രീറ്റ് ചെയ്യാനുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ബ്ലോക്സ് ദ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ്. അഡിക്കേറ്റഡ് പേഷ്യൻസ് ആർ ഗിവൻ adequate dose of methadone. This idea is to achieve lasting abstinence from the heroin and opium. It also aims to improve the patient's ability to perform and rehabilitate them in the social system. Okay, സാമൂഹിക വൽക്കരണത്തിൽ നിന്നും സാമൂഹിക ജീവിതത്തിൽ നിന്നും മനുഷ്യർക്ക് ഉണ്ടാകുന്ന പല പ്രലോഭനങ്ങളും മനുഷ്യനെ ആ ഒരു സമയത്ത് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവര് എപ്പോഴും ഒറ്റക്കാവുമ്പോഴാണ് ആളുകൾ ഇങ്ങനെയുള്ള ഡ്രഗ് അബ്യൂസിനും അതുപോലെയുള്ള കാര്യങ്ങളും പെടുന്നത്. അല്ലെങ്കിൽ അതുപോലെയുള്ള യൂസിങ്ങിലുള്ള ആളുകൾ നമ്മുടെ കൂടെ കൂടുമ്പോഴും എന്താകും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഫങ്ഷൻസ് ഡു ദ ഡി-അഡിക്ഷൻ പ്രോഗ്രാം പെർഫോം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ de-addiction program perform their task to reduce the use of several types of drugs. They are working hard to enable the patients to achieve lasting abstinence and encouraging in choosing lifestyle that has positive effect on the body and mind. Okay, പല കാര്യങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിത രീതികളാണ്. പല ലൈഫ് സ്റ്റൈലുകളും നമ്മൾ എങ്ങനെയാണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്കുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഒരു ശീലമായിട്ട് മാറുന്നത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ പല പ്രോഗ്രാം സെറ്റിംഗ്സുകളും നമ്മളുടെ ദിനചര്യകളിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് പറയാനുള്ളത് in order to improve health and well-being, they help them to participate in the sports and other social activities. It aims to improve the patient's ability to function and minimize the medical and social case of drug abuse എന്നുള്ളതാണ്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ 24ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കൃത്യമായി വായിക്കുക, മനസ്സിലാക്കുക, ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക എന്നുള്ളതാണ്. ഇനി 26ാമത്തെ അധ്യായമായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആണ്. 26ാമത്തെ അധ്യായമായിട്ടുള്ള 26ലെ എ പോർഷൻ ആണ് പറയാനുള്ളത്. ദ റിസപ്ഷൻസ് ഡെസ്ക് ആൻഡ് യു എന്നുള്ള അധ്യായമാണ്. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും പല ഓഫീസുകളിലും ഇന്റർവ്യൂക്ക് പോകുമ്പോഴും ഇന്റർവ്യൂല് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ പലപ്പോഴും പതറാറുണ്ട്. നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ നമ്മൾ നിൽക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് രീതികളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മളൊരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിസപ്ഷനിസ്റ്റിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളൊരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയായി നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെ വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാകാം, അതുപോലെ അതിന് ഏത് രൂപത്തിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു 26ാമത്തെ അധ്യായത്തിൽ 26ലെ എ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഹു ഇസ് ദ ഇമ്പോർട്ടന്റ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ വളരെ പ്രധാനപ്പെട്ട മെമ്പർ ആരാണെന്നുള്ളതാണ്. ദ റിസപ്ഷനിസ്റ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണ്. Then next question എന്ന് പറഞ്ഞാല് what makes the receptions desk the focal point of any organization. ഏതൊരു ഓർഗനൈസേഷന്റെയും അവിടുത്തെ ഫോക്കൽ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. The front office staff has a direct and personal contact with all guests and visitors because of the receptions desk as focal point of any organization. അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ മുന്നിൽ തന്നെ റിസപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ടാകും. അവിടെ ഇരിക്കുമ്പോൾ പല ആളുകളും പല ചോദ്യങ്ങളും ചോദിക്കും, പല ഡൗട്ടുകളും തീർക്കാൻ വേണ്ടി നമ്മളെടുത്താണ് ആളുകൾ വരിക. അപ്പം അവർക്ക് കൊടുക്കേണ്ട രൂപത്തിൽ നമ്മൾ മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഓർഗനൈസേഷന് ഒരു ചീത്തപ്പേര് വരും. അപ്പം അവിടുത്തെ ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. റൈറ്റ് ഡൗൺ സം ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസ് ഓൺ എ ഫ്രണ്ട് ഓഫീസ്. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് കുറിച്ച് എഴുതാനാണ്. സം ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ആർ. താഴെ നൽകിയിട്ടുണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസ്. ഫസ്റ്റ് വൺ, വെൽക്കം ദ ഗസ്റ്റ്. നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് വന്ന ആളുകളെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി. അതുപോലെ തന്നെ വിസിറ്റേഴ്സ്, അവിടെ വരുന്ന സന്ദർശകരെയും വെൽക്കം ചെയ്യുക. ഓഫർ ദം ഹെൽപ്പ്, അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വേണ്ട രൂപത്തിൽ സഹായം നൽകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ഹോസ്പിറ്റലിൽ പോയാലും അവിടെ ഉണ്ടാകുന്ന റിസപ്ഷൻസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു മതിപ്പാണ്. നമ്മളെ വേണ്ട രൂപത്തിൽ ഇവർ പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നൽ ഗസ്റ്റുകൾക്കായാലും വിസിറ്റേഴ്സിനായാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ആൻസർ ടെലിഫോൺ കോൾസ് എഫക്റ്റീവ്ലി. ഓക്കെ, എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്താകണം? ടെലിഫോൺ കോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പല രൂപത്തിലുള്ള പല സംസ്കാരങ്ങളുള്ള ആളുകൾ നമുക്ക് ഫോണിലൂടെ ബന്ധപ്പെടാം. അപ്പം സ്വാഭാവികമായിട്ടും അവര് പല ക്യാരക്ടറുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ പല രൂപത്തിലായിരിക്കും സംസാരങ്ങൾ വരാറുള്ളത്. അപ്പൊ അവരൊക്കെ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഗുഡ് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ടെലിഫോണിലുള്ള കോൾ എന്ന് പറയുമ്പോൾ ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്ത് മറുപടി കൊടുത്താലും നമ്മുടെ സ്ഥാപനത്തിന് ചീത്തപ്പേര് വരാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞത് ടേക്ക് ഡൗൺ മെസ്സേജ് ലെഫ്റ്റ് ബൈ വിസിറ്റേഴ്സ് ആൻഡ് കോളേഴ്സ് ആൻഡ് പാസ് ദം ഓൺ ദ റൈറ്റ് പേഴ്സൺസ് ആസ് സൂൺ ആസ് എ പോസിബിൾ. ഓക്കെ, അതായത് ആര് ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ നൽകാൻ നമുക്ക് പറ്റണം. ഓക്കെ, നല്ലൊരു സന്ദേശം അവർക്ക് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള ഒരു മറുപടി തന്നെ അവർക്ക് നൽകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ദ റൂട്ടൈൻ എൻക്വയറീസ്. ഓക്കെ, ദിവസവും വരുന്ന എൻക്വയറീസുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ദ ഗസ്റ്റ് വിസിറ്റേഴ്സ് വിത്ത് എനി queries or problems that may rise. ഓക്കെ, നമ്മളുടെ അടുത്ത് വരുന്ന വിസിറ്റേഴ്സ് ആയാലും അതിഥികളായാലും അവർക്കുണ്ടാകുന്ന ആവശ്യങ്ങളെ നല്ല രൂപത്തിൽ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ പല ഡൗട്ടുകളും വരുന്നവർക്കുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതെല്ലാം നമ്മുടെ സ്ഥാപനവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും റിസപ്ഷനിസ്റ്റ് ആണ് പരിഹരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി ആയിട്ട് നമ്മൾ എണ്ണുന്നത്. ഇനി അതില് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് റൈറ്റ് ഡൗൺ ദ ഐറ്റംസ് എ റിസപ്ഷനിസ്റ്റ് മസ്റ്റ് കീപ് ഓൺ ഹർ ഡെസ്ക് ടു ഹർ വർക്ക് എഫക്റ്റീവ്ലി. ഓക്കെ, ഒരു
റിസപ്ഷനിസ്റ്റിന്റെ വർക്ക് എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ദ റിസപ്ഷനിസ്റ്റ് ഷുഡ് കീപ് ദ ഫോളോവിംഗ് ഐറ്റംസ് ഓൺ ഹർ ഡെസ്ക് ടു ഡു വർക്ക് ടു എഫക്റ്റീവ്ലി. ഓക്കെ, ഒരു എഫക്റ്റീവ് ആയിട്ട് നല്ല രൂപത്തിൽ സ്ഥാപനത്തിന് പറ്റിയ ഉതകുന്ന രൂപത്തിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ, എ ടെലിഫോൺ ഡയറക്ടറി. ടെലിഫോണിലൊക്കെ നമുക്ക് കോണ്ടാക്ട് വരും, അവരെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ബി, ആൻ ഇൻഡെക്സ് ബുക്ക് ഓഫ് ടെലിഫോൺ നമ്പേഴ്സ് ഫ്രീക്വന്റ്ലി യൂസ്ഡ്. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന നമ്പറുകൾ എന്തായിരിക്കണം, നല്ല അവിടുത്തെ സ്ഥാപനത്തിന്റെ നമ്പർ തന്നെ ആയിരിക്കണം. അതുപോലെ ഇൻഫർമേഷൻ അബൌട്ട് പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ലോക്കൽ സൈറ്റ് സീയിങ് ടൂർ. ഓക്കെ, അതുപോലെ നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ റെയിൽവേ ടൈം ടേബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആൻ ഇന്റർനാഷണൽ ടെലിഫോൺ ഡയറക്ടറി ആണ്, ഫ്ലൈറ്റ് ഷെഡ്യൂൾസ് ആണ്. അവസാനത്തത് ഫോംസ് ആൻഡ് ബ്രൗഷേഴ്സ് ലൈക്ക് റിസർവേഷൻ വൗച്ചേഴ്സ്, സീ ഫ്രം എക്സെട്ര. ആൻഡ് ഓഫീസ് റിസപ്ഷനിസ്റ്റ് വിൽ ഓൾസോ നീഡ്. ഇപ്പോൾ ഓഫീസ് റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട കടമ്പകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എ രജിസ്റ്റർ ഓഫ് കോളേജ്, ആൻഡ് അപ്പോയിന്റ്മെന്റ് ഡയറി, എ ലിസ്റ്റ് ഓഫ് സ്റ്റാഫ് ഓൺ ലീവ് ടൂർ. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ഒരു റിസപ്ഷനിസ്റ്റിന് എടുത്തുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ അവസാനത്തെ ഈ 3 ഭാഗവും ഒരു റിസപ്ഷനിസ്റ്റ് പാലിക്കേണ്ട അവരെടുത്തുണ്ടായിരിക്കേണ്ട വൗച്ചറുകളും അതുപോലെയുള്ള ബ്രൗഷേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് അവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ മെയിൻ റിക്വയർമെന്റ് ഓഫ് എ റിസപ്ഷനിസ്റ്റ്? ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോർട്ടസി ആൻഡ് ഗുഡ് മാനേഴ്സ് ആർ ദ 2 പ്രൈം റിക്വയർമെന്റ്സ് ഓഫ് എ റിസപ്ഷനിസ്റ്റ്. ഓക്കെ, ഒരു റിസപ്ഷനിസ്റ്റ് ജോബിന് ഉണ്ടായിരിക്കേണ്ട മെയിൻ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നാണ്? കോർട്ടസി ആണ്, അതുപോലെ ഗുഡ് മാനേഴ്സ് ആണ്. ഈ 2 കാര്യങ്ങളും അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഷുഡ് എ റിസപ്ഷനിസ്റ്റ് ബിഹേവ് ദ ഗസ്റ്റ് വിസിറ്റേഴ്സ് എന്നുള്ളതാണ്. എങ്ങനെയാണ് പെരുമാറേണ്ടത്? ദ ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് കോർട്ടസ്ലി ആൻഡ് ഡിപ്ലോമാറ്റിക്കലി ബൈ എ റിസപ്ഷനിസ്റ്റ്. ഒരു റിസപ്ഷനിസ്റ്റ് നല്ല രൂപത്തിലാണ് വിസിറ്റേഴ്സിനായാലും ഗസ്റ്റിനായാലും കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലയന്റും അവിടെ ഉണ്ടാകുന്ന റിസപ്ഷനിസ്റ്റും തമ്മിലുണ്ടാകുന്ന സംഭാഷണത്തിന്റെ അല്പം ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ റിസപ്ഷനിസ്റ്റ് കൊടുക്കേണ്ട ആൻസറുകളൊക്കെ അവിടെ കട്ടായി പോയിട്ടുണ്ട്, നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. ഓക്കെ കേട്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പം എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ട മറുപടി എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിക്കുക. യു ആർ എ റിസപ്ഷനിസ്റ്റ് ഇൻ ഹോട്ടൽ. ഓക്കെ, നിങ്ങളൊരു ഹോട്ടലില് റിസപ്ഷനിസ്റ്റ് ആണ്. അവിടെ യുവർ ക്ലയന്റ് ഈസ് സ്റ്റേയിങ് ഇൻ ദ ഹോട്ടൽ. നിങ്ങളുടെ ഹോട്ടലിലെ ഒരു ക്ലയന്റ് അവിടെ ഹോട്ടലുണ്ട്. ഈ ആസ്ക് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനും നമ്മളുടെ ക്ലയന്റിന്റെ ആണ്. അപ്പൊ അതിന് നിങ്ങളായിരിക്കുമ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. മേക്സ് ദ ഫോളോവിങ് എൻക്വയറീസ്, ഹൗ വിൽ യു റെസ്പോണ്ട് ടു ദ സെയിം ആസ് അണ്ടർ. താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എങ്ങനെയാണ് ആൻസറുകൾ നൽകുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എന്താ? വൈ വാസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ടുഡേ? ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ആയത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് നല്ല രൂപത്തിൽ നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റിസപ്ഷനിസ്റ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആൻസർ പറയുന്നുണ്ട്. അതുപോലെ ക്യാൻ യു ബുക്ക് എ ടാക്സി ഫോർ സൈറ്റ് സീയിങ് എന്നുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, എല്ലാം കൂടി വായിച്ചു തരാനുള്ള ഒരു സമയമില്ല. ദെൻ അതിന് ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻസേഴ്സ് പറയുന്നുണ്ട്. ക്ലയന്റ്, വൈ വാസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ടുഡേ? അപ്പം റിസപ്ഷനിസ്റ്റ് ആയിരിക്കുമ്പോൾ എന്ത് മറുപടി കൊടുക്കണം? ഐ അപ്പോളജൈസ് ഫോർ ഇൻകൺവീനിയൻസ്. ഓക്കെ, സോറി, അസൗകര്യപ്പെട്ടതിന് മാപ്പ് ചോദിക്കുന്നു. സർ, വി എക്സ്പീരിയൻസ്ഡ് ആൻ അൺഎക്സ്പെക്ടഡ് ഡിലേ ഇൻ ദ കിച്ചൺ. ഓക്കെ, ഒരു ചെറിയ പ്രതീക്ഷിക്കാത്തൊരു സംഭവം കിച്ചൺ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ് അവരെ പരമാവധി കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല റിസപ്ഷനിസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മളുടെ ക്ലയന്റ് ആണ്, അപ്പൊ ആ രൂപത്തിൽ അവനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിന് ആൻസേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, എന്തൊക്കെയാണ് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താകണം? അത് പറയാനും ചെയ്യാനും ഒക്കെ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബോർഡിലേക്ക് കാണുന്നില്ലേ? കാണുന്നുണ്ടോ ബോർഡിലേക്ക്? ഓക്കെ, ഇതാണ് ക്ലയന്റ് പറയുന്നുണ്ട്, ആൻസർ കൊടുക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായി നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. ശേഷം മാത്രം നമ്മളുടെ ഒരു ഡെമോ ആയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും
ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ അടിച്ചാൽ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ദെൻ നെക്സ്റ്റ് ഓക്കെ, നമ്മളുടെ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ അവസാനത്തെ അധ്യായത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 26A റിസപ്ഷനിസ്റ്റും നമ്മളുമായിട്ടുള്ള ഒരു ചെറിയ സംഭാഷണമായിരുന്നു. ഇനി നെക്സ്റ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ്. ഒരു ബിസിനസ് സാമ്രാട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അഭിമുഖ സംഭാഷണങ്ങൾ നടത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ താഴത്തൊരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെയാണുള്ളത്? ഗ്രീറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഗ്രീറ്റിംഗ്സ്. ഒരാൾ നമ്മൾ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യേണ്ടത്, അതിന് മറുപടി എങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാഹുൽ. നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഗുഡ് മോർണിംഗ് എപ്പോഴാണ് പറയാം? മോർണിംഗ് 12 മണി വരെ. ഓക്കെ, 12 മണി വരെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയാറുണ്ട്. അപ്പൊ സമയം സന്ദർഭോചിതമാണോ എന്ന് നോക്കണം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാഹുൽ എന്ന് ഒരു ഓഫീസിലെ മാനേജറാണ് പറയുന്നത് നോക്കാം. അല്ലെങ്കിൽ അപ്പൊ അതിന് ആൻസർ എങ്ങനെ കൊടുക്കേണ്ടത്? ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഗുഡ് ആഫ്റ്റർനൂൺ സർ ഓർ മാം. അപ്പൊ മാം ആണെങ്കിൽ മാം എന്ന് പറയാം, സർ ആണെങ്കിൽ സർ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ഒരു ഫോർമൽ ഗ്രീറ്റിംഗ് ആണ്. ഫോർമൽ ആയിട്ടുള്ള നമ്മൾ ഓഫീസിൽ ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം ഗുഡ് ആഫ്റ്റർനൂൺ സർ ഓർ മാം എന്നാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ മോഹൻ. ഓക്കെ, സാറ് തിരിച്ചെങ്ങനെയാ പറയാ? ഗുഡ് ആഫ്റ്റർനൂൺ മോഹൻ എന്ന രൂപത്തിലാണ് ഞാൻ ആൻസർ കൊടുക്കുക. ഇനി നമ്മളുടെ അത് വീട്ടിലാണെങ്കിലോ, നമ്മുടെ വീട്ടില് ഇൻഫോർമൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ എങ്ങനെയാ പറയാ? ഇവിടെ പറയുന്നുണ്ട് നമ്മളുടെ ആൻസർ ഹലോ ഫൈൻ താങ്ക് യു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഹൈ ദേർ ലോങ് ടൈം നോ സീ. ഓക്കെ, നമ്മൾ ഒരുപാട് സമയമായിട്ട് കാണാറില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കാറില്ലേ? അപ്പൊ അതിന് ആൻസർ എങ്ങനെയാ പറയാ? ഇവിടെ കൊടുത്തിട്ടുണ്ട് യാ ലോങ് ടൈം നോ സീ. ശരിയാണ്, ഒരുപാട് കാലമായിട്ട് നമ്മൾ കാണാറില്ല എന്നുള്ളത് ആൻസർ കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഇൻഫോർമൽ കോൺവെർസേഷൻ ആണ്. ഫോർമലും ഇൻഫോർമലും പറയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, കൃത്യമായി നോക്കി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇൻഫോർമൽ കോൺവെർസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് എ പ്ലീസന്റ് സർപ്രൈസ് എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെയാ പറയാ? ഇവിടെ കൊടുത്തിട്ടുണ്ട് സെയിം ടു യു. ശരിയാണ്, നിങ്ങളെ പോലെ തന്നെ എനിക്കുള്ളത് അല്ലെ. അതായത് സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് നിങ്ങളെ കണ്ടിട്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു 26B ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 26B ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഏതൊരു ഓഫീസിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും അഭിമുഖ സംഭാഷണം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭാഷണമാണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്ത്? അഭിമുഖ സംഭാഷണം എന്ന് പറയുന്നത്. ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അത് എത്രത്തോളം കറക്റ്റ് ആക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ആ ഒരു വ്യക്തികൾക്ക് എന്തുണ്ടാകും? അതിന്റെ ബെനിഫിറ്റ്സുകൾ ഉണ്ടാകും. ഇനി ഒരു സ്ഥാപനത്തിലായാലും ഇനിയിപ്പോ നമ്മുടെ വീട്ടിലായാലും കറക്റ്റ് മുഖത്ത് നോക്കി മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും പല ആളുകളും കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലൈവ് സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് 23ാമത്തെ അധ്യായമായിട്ടുള്ള നമ്മുടെ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള രാജാമണിയുടെ കഥയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 24ാമത്തെ അധ്യായത്തിലെ ഡ്രഗ് അബ്യൂസിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊക്കെ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ചാപ്റ്റർ. എന്തിനാണ് ആ ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 26ാമത്തെ A ചാപ്റ്ററും 26ാമത്തെ B ചാപ്റ്ററും പറഞ്ഞു. രണ്ടും ഒരുപോലെയാണ്. ഒന്ന് ഒരു റിസപ്ഷനിസ്റ്റുമായിട്ടുള്ള സംഭാഷണമാണെങ്കിൽ മറ്റേത് എന്താണ്? 26B പറയുന്നത് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ്സിൽ ഒരു ബിസിനസ് സാമ്രാട്ടിൽ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസുകൾ ആൻസേഴ്സുകൾ കൂടുതലായിട്ട് നിങ്ങൾ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മളുടെ പറഞ്ഞത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ നൈറ്റിലുള്ള ലൈവ് സെക്ഷനിൽ പറയും. ഒരു ചാപ്റ്റേഴ്സിലും എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. അത് രൂപത്തിൽ നിങ്ങളുടെ എക്സാം റിസൾട്ടുകൾ ഉണ്ടാകും. അപ്പോൾ കൃത്യമായി ക്ലാസ്സുകൾ കാണുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. നാറ്റമി ഉണ്ട്. അതുപോലെ നാറ്റമിയിൽ അല്ലാത്ത വിദ്യാർത്ഥികൾ ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ ക്ലാസ് കണ്ട പോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം ആപ്പിലൂടെയുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷന് വേണ്ടി നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.